ഹലോ ഇതെവിടെന്നാണ്? അത് ശരി, നീയാ? അല്ല എന്ത് ഇവിടെയൊക്കെ? എന്ത്? അതേനെ എന്ത്? അതേനെ നീ ചോദിക്കാനുള്ള എന്ത് കാര്യം പറയട കുരിപ്പേ. അല്ല ഇതെന്താ കഴുത്തില് പ്രത്യേകിച്ചൊരു മാലയൊക്കെ? കഴിഞ്ഞ എപ്പിസോഡ് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഒരു കണ്ണാടി. ഐശി, അതൊന്നും നിനക്ക് അറിയത്തില്ലേ? ഐ ആം റിച്ച് നൗ ബ്രോ. അത് കഴിഞ്ഞി. അല്ല നീ ഇത്ര നേരിട്ട് നീ വന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ നീ ഇപ്പൊ ഭയങ്കര റിച്ചൊക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അതിനെന്താ, ചോദിച്ചോളൂ. വല്ല ടിപ്സ് വല്ല ആയിരിക്കും. ഇപ്പൊ റിച്ചല്ലേ? അല്ല നിന്റെ ഒരു 100 രൂപ എടുക്കാനാണ്. എനിക്കൊരു ബിരിയാണി കഴിക്കാനായിരുന്നു. നീ ഭയങ്കര റിച്ചല്ലേ? അത് പിന്നെ ബിരിയാണി കഴിക്കാൻ 100 രൂപ ഇപ്പൊ അയച്ചുതരാം. ഇന്നലെ തിരിച്ചു തരുമായിരിക്കും അല്ലടാ? തിരിച്ചു തരാനാ? നീ ഭയങ്കര റിച്ചല്ലേ? 100 രൂപ നിങ്ങൾ നിസാരല്ല. നീ മര്യാദക്ക് കഴിച്ചു, അല്ലെങ്കിൽ നീ കള്ളക്കെടുത്താന്ന് പറഞ്ഞ ഇവിടെ നാട്ടിൽ പറഞ്ഞു നടക്കും. ഓഹോ, ബ്ലാക്ക് മെയിലിംഗ് ആണോ? ഇപ്പൊ തരാവേ, ഇന്നാ പിടിച്ചോ. എല്ലാവർക്കും നമ്മുടെ എമറേറ്റൈക്കൊണ്ട് സെക്കൻഡ് എപ്പിസോഡിലോട്ട് ഒന്നും കൂടി സ്വാഗതം ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലം അൺലോക്ക് ചെയ്യാൻ പോവാണ്. അത് മാത്രമല്ല, നമ്മുടെ കോസ്റ്റ്യൂം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. സോ റൈറ്റ് നൗ ഐ ആം റിച്ച്. ചുമ്മാ പറയില്ല ഗൈസ്, അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ തന്നെ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, നമ്മുടെ എമറൽഡ് ടൈക്കോളിൽ കയറിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ രാത്രിയാണ് ഗൈസ്. സത്യം പറയാൻ എനിക്ക് അറിയത്തില്ല ഗൈസ്, ഇത് എങ്ങനെ ഗൈസ് ഈ രാത്രി ഇത് രാവിലെ ആക്കുന്നത്. സോ ഗൈസ്, നമ്മളത് ഇപ്പം നോക്കുവാണെങ്കിൽ റിച്ച് എന്ന് പറയുന്ന സംഭവം നമ്മൾ 1189 ഡയമണ്ടിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് മാത്രമല്ല, നമ്മളിത് എല്ലാ ഇവിടെയുള്ള പണിക്കാരെയും നമ്മൾ 4th ലെവൽ വരെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഇതിനൊന്നുമില്ല, 4th ലെവൽ ആക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാവരും 5 ലെവലാക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇത്രയും എമറൽഡ് കിട്ടിയത്. ഞാൻ അന്ന് നോക്കിയിട്ട് അന്നത്തെ ദിവസം തന്നെയാണ് എല്ലാ ലെവൽ 4 ആക്കിയത്. അന്ന് കുറച്ച് നേരം ഇന്ന് കളിച്ചപ്പോഴത്തേക്കും. സോ അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ സ്ഥലം, അതായത് നമ്മുടെ സാൻഡ് ബയോ നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകും ഗൈസ്. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടിയും കൂടി. പിന്നെ ഇന്നത്തെ നോക്കുവാണെങ്കിൽ നമ്മുടെ വീറ്റിൻ്റെ ആൾ 4 ലെവലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോണ്, വുഡ്, ഓക്കെ നോക്കി ഞാൻ കാണിച്ചാൽ ഇതിന് മുന്നേ അതൊന്ന് ഇച്ചിരി എടുക്കട്ടെ. ഓക്കെ, 42 എമറൽഡാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ 74 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1255 ഓക്കെ, നമുക്കിത് അടുത്ത ആളെടുത്ത് പോകാം. അടുത്ത ആളെന്ന് അതാണ് സ്ഥലം, നമ്മുടെ സാൻഡ് ബയോം ഗൈസ്. സോ അത് ഇവിടെ ഒരു ജിയോഗ്രാഫിക്കൽ അങ്ങനെ ആളെ നിൽപ്പുണ്ട്, അതിന് വേണ്ടിയിട്ടേക്ക്. ഓക്കെ, നമുക്ക് ഓക്കെ, ഇനി നമുക്കിത് നോക്കുവാണെങ്കിൽ നമ്മുടെ കാക്ക, അതായത് നമ്മുടെ കാക്കയില്ലല്ലോ, അത് പോട്ടെ. നമ്മുടെ മരം വെട്ടുകാരൻ്റെ നീല ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പോൾ ഡയമണ്ട് വെച്ചാണ് ഇവന്മാർ വെട്ടുന്നത്. എല്ലാവരും ഡയമണ്ട് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റിൽ 30 എമറൽഡ് വെച്ചിട്ട് ഇവിടെ കൂടി കളക്ട് ചെയ്യുമ്പോൾ 157 ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് നേരം കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഇവനെ നോക്കും, സ്റ്റോണിൻ്റെ ആളെ നോക്കുവാണെങ്കിൽ ഇവൻ ഇപ്പോഴും മുട്ടം പണി തന്നെയാണ്. ഇത് സ്റ്റോണൊക്കെ പൊളിച്ചത് ഇവിടെ TNT ഒക്കെ 36 എമറൽഡാണ് ശിവൻ തരുന്നത്. അവനും ഡയമണ്ട് പിക്കാക്സ് വെച്ചാണ് ചെയ്യുന്നത്. സോ നമ്മുടെ അടുത്ത ആരും ഇല്ലല്ലേ? ഓക്കെ, അപ്പോൾ അതിനെല്ലാം മാക്സ് ആക്കാനാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുണ്ട്. ഇതൊന്നൊരു പൈപ്പാ. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഗൈസ് ഈ രാവിലെയൊക്കെ വല്ല ചീറ്റ് എടുക്കാൻ പറ്റുമോ? ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വെക്കാം. ടൈം ടു ചേഞ്ച് എന്തായാലും പോട്ടെ, അതൊന്നും ആവത്തില്ലെന്ന് തോന്നുന്നു. സോ ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഡേ ആയില്ലേ? ഓക്കെ, അത് സെർച്ച് ആയല്ലേ? ശരി, അത് കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം എനിക്ക് നാളെ തൊട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാണ്. സോ വീഡിയോ ഇടലും കുറച്ച് കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്ന ഡേയ്സ് കുറച്ച് നമ്മൾ പിന്നെയും വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ കിട്ടിയായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ നമ്മളിത് റീസ്റ്റാർട്ട് ആക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും കാണില്ല. എന്തായാലും അതിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ നോക്കത്തുള്ളൂ. നമ്മുടെ വെക്കേഷൻ നമ്മൾ ഡെയിലി വീഡിയോ ഇടും ഗസ്, ഡെയിലി. ഓക്കെ, അന്നിനെ ഫേസ് റിവീലൊക്കെ ചെയ്ത് വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും നടക്കാമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നോക്കാം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ അയൺ ടൂൾസിലോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അത് ഇന്ന് തന്നെ ആവും. പിന്നെ നമ്മൾ രാവിലെ ആയിട്ട് നമ്മൾ എന്തായാലും ഇത് ചെയ്യുന്നുള്ളൂ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ ആക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് രാവിലെ ആയിട്ട് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും കേസ് നല്ലത്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് മാപ്പൊക്കെ നോക്കി എന്തൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് പോകാനുള്ള വഴി. ഓക്കെ, ശരി, ഇവിടെ ഇങ്ങോട്ടേ പൊക്കോളാം, നിങ്ങൾ പേടിക്കട്ടെ. ഓക്കെ, അപ്പോൾ കേസ് ഞാൻ രാവിലെ ആയിട്ട് നിങ്ങൾ കാണിക്കാം കേസ്. സോ ഗായ്സ്, 2-3 മണിക്കൂർ ശേഷം ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ചെറുതായിട്ടൊന്നായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സൂര്യനൊക്കെ പൊങ്ങി വരുന്നതേ ഉള്ളൂ. സോ നല്ല വ്യൂ ആണ് കേസ് ഇപ്പോൾ ഉള്ളത്. സോ എന്തായാലും നമുക്ക് നമ്മുടെ ഒറ്റ നമ്മൾ 2000 എമറൽഡ് ആക്കിയിട്ടുണ്ട്. സോ അത് പറയാൻ പറഞ്ഞു. ഞാൻ കുറച്ചൊന്ന് മൈനൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 2000 എമറൽഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, റിച്ചാണ്. നമ്മൾ റിച്ചാണ്. ഓക്കെ,
സോ ഇനി നമുക്ക് ആരെയും പേടിക്കണ്ട, നമ്മളെല്ലാവരും മാക്സ് ആക്കും, നേരെ ഒരു സ്ഥലം വാങ്ങിക്കും, അവിടെ ഉള്ളവരെല്ലാം മാക്സ് ആക്കാം, നോക്കാം. ചിലപ്പോൾ ഒരാളേക്ക് തന്നെ മാക്സ് ആക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഐശ്വര്യയുടെ സ്ഥലം വാങ്ങിച്ചേക്കാം. ഓബും ഓക്കെ, നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ട് നമ്മൾ ഡെസേർട്ട് ഭയം അൺലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് ആളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഇവിടെ ഒരു പാലവും അൺലോക്ക് ആയിട്ട് വുഡൊക്കെ വെച്ചൊരു പാലം. ഇത് കത്തി പോവില്ല, പൊട്ടിക്കാൻ പറ്റത്തില്ല. സോ നമ്മളിത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പഴയ ഇവൻ്റ് ഉണ്ട് കേസ്, അതിപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു 8 കാലിയെ കൊല്ലുന്നത്, ഇത് വരുമോ എന്നറിയത്തില്ല. അത് ഒന്നിനെ കുറച്ച് എമറൽഡ് കിട്ടും എന്ന് ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നത് അത് തീർന്നെന്ന് തോന്നുന്നു. ഇവിടെ PvP ഏരിയ, മൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് കേസ്. എനിക്ക് തോന്നുന്നത് ഇവിടത്തെ ആണെന്ന് തോന്നുന്നു PvP മൈനിങ് ഏരിയ ഒക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് തോന്നുന്നു ഈ ഒരു കറൻ്റ് ഈ ഒരു സിറ്റുവേഷനിൽ. സോ കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ 200 എമറൽഡിന് നമുക്ക് അൺലോക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും സാൻഡ് കവർ ചെയ്യും. എന്താ സംഭവം? സാൻഡ് മൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. അതേ നിൽക്കുന്നത്. ഒരു കാര്യം പറയാനുണ്ട്, ഞാനാണ് ഇവിടുത്തെ പുതിയ മുതലാളി. ഞാൻ ഇതിലെ വഴിയൊക്കെ നടക്കുമ്പോഴത്തേക്കും നീ ഇവിടെ പണിയെടുക്കാതെ അവതെങ്ങാനും കുത്തിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എടുത്തെറിയുന്നേ. ഓക്കെ, പണിയെടുക്കുമേ. ഓക്കെ ഗൈസ്, അവനെ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണിക്കാരനെ പോയിട്ട് ഉപദേശിച്ച് വിടാം. ഓക്കെ, ഇതെല്ലാം നമുക്കിത് നമ്മുടെ ഉപദേശം കൊണ്ട് നന്നാവാണെങ്കിൽ നന്നാവട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് 1 മിനിറ്റിൽ 36 എമറൽഡ് തരും ഗൈസ് ഇവൻ. ഓക്കെ, അത്യാവശ്യം നല്ല പണിക്കാരാണ്. നമുക്ക് ഇവനെ ഒന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഓക്കെ, ലെവൽ 2 ആയിട്ടുണ്ട്. ലെവൽ 2 തന്നെ. സോ ഗൈസ്, നമുക്ക് എന്തായാലും അവനെ ആക്കിയിട്ടുണ്ട്. ഈ ക്യാക്ടസിൽ ഡാമേജ് കിട്ടൂ? ഇല്ല. ഓക്കെ, ഇത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ 1 മിനിറ്റിൽ 42 എമറൽഡ്. ഇപ്പോൾ എത്ര തന്നു? 24 തന്നുള്ളൂ. ഏടാ അതെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ 8 കാലി, ഈ 8 കാലി കൊന്നിന് നമുക്ക് ഇഷ്ടംമാതിരി എമറൽഡ് കിട്ടും. സോ ബാക്ക് ടു ടൈം ലാപ്സ്. സോ ഗൈസ്, നമ്മളങ്ങനെ അവിടെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് 1250 എമറൽഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എമറൽഡ് 2247 ആയിട്ടുണ്ട്. സോ നമുക്കിത് നമ്മുടെ ഷുഗർ അല്ലേ? ഓക്കെ, ഷുഗർ കെയിൻ ഫാർമാന്ന് തോന്നുന്നത്. ഓക്കെ, ഷുഗർ കെയിൻ ഫാം തന്നെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് അപ്ഗ്രേഡ് അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് കൊള്ളാമല്ലോ, വില്ലുണ്ട്. ഇത് സംഭവം. ഓക്കെ, നമ്മുടെ ഷുഗർ കെയിൻ ചെയ്യുന്ന ആളുണ്ട്. നമുക്ക് അവനെ ഒന്ന് ഉപദേശിച്ചത് എന്താ തൊട്ട് കയറാൻ പറ്റില്ലേ മുതലാളിക്ക്? ഓക്കെ, കയറാം. ഓക്കെ, ഉദ്ദേശിക്കുക ആളിപ്പുണ്ട്. എടാ, ഞാൻ അത് ഇതിലും വഴിയൊക്കെ നടക്കും. ഇവിടെ എങ്ങാനും വരുമ്പോൾ നീ എങ്ങാനും വെള്ളത്തിൽ കയറി കുളിക്കുന്നയോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നോ കണ്ടിനതേ എടുത്തങ്ങ് എറിയുന്നേ. അറിയത്തില്ല എന്നെ. ഓക്കെ, അപ്പം മര്യാദക്ക് പണിയെടുത്തണം. ഓക്കെ, ശരിയെന്നാ. ഓക്കെ, സോ അവനെ അത് ഉപദേശിച്ചിട്ടുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് അപ്ഗ്രേഡ് ഒന്നുകൂടി ചെയ്തേക്കാം. ഇവരൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗൈസ് അപ്ഗ്രേഡ്. ഓക്കെ, ഓറഞ്ച് ഡ്രസ്സും ഓറഞ്ച് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം എത്ര എമറൽഡ് കിട്ടുമോ? ഇവൻ്റെ ചെസ്റ്റ് എവിടെ? ചെസ്റ്റിൻ്റെ അകത്താണ് ജസ്റ്റ്. ഓക്കെ, ഇത് ഇവിടെ പെട്ടുണ്ട് ഗൈസ്. ഇവിടെ പെട്ടുണ്ട്. നമുക്കിത് ഇവിടെ കിടന്ന് ഉറങ്ങാം ഗൈസ്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു എനിക്ക് രക്ഷപ്പെട്ട്. ചെസ്റ്റ് എവിടെയാണ് അതിൻ്റെ? അതേ ഇരിക്കുന്നത്. ഇവിടെ എക്സ്പെൻസീവ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റിൽ 48 എമറൽഡ് വെച്ചാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, എന്തായാലും നല്ലൊരു കാര്യമാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ എന്തായാലും PvP ഏരിയ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എൻ്റെ സ്റ്റോണിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. കാരണം നമുക്ക് ഇവനെ ഒന്നും അപ്ഗ്രേഡ് ആയിരിക്കും വേണ്ട. സ്റ്റോണിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. കാരണം ഒരടി അടിച്ചത് പൊട്ടും. സോ അതെല്ലാം നമ്മളത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയ ടെസ്റ്റ് ചെയ്യണം. ഇത് ഇവിടെ റെഡ് സ്റ്റോൺ. ഇത് റെഡ് സ്റ്റോണാണ്. റെഡ് സ്റ്റോൺ ആണ്. എൻ്റെ പൊന്നി 44 എമറൽഡ് വെച്ച് ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ. ഇത് നല്ല ബയോമാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് അടുത്തൊന്ന് മൈൻ ചെയ്യാം. അടുത്ത മൈൻ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ 43. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് 100 എമറൽഡ് ഉണ്ടാക്കും ഗൈസ്. ഒരു 2 എണ്ണം മൈൻ ചെയ്താൽ തന്നെ അത്യാവശ്യം കിട്ടും. ഓക്കെ, ഇപ്പം തന്നെ 219 എമറൽഡ് ആണ്. നമുക്കൊന്ന് കളക്ട് ചെയ്തേക്കാം. അത് കളക്ട് ചെയ്യുമ്പോഴത്തേക്കും
ഓക്കെ, നമ്മുടെ 1390 എമറൽഡ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പറന്നൊന്ന് പോയിട്ട് അടുത്ത സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോറിങ് ആണ് സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് കാര്യം നമുക്ക് ഇവിടുത്തെ ഒന്ന് കളക്ട് ചെയ്യേണ്ടതിന് മുന്നേ ഇവനെ നോക്കട്ടെ. ഓക്കെ, പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ടുണ്ട് ഇവൻ. നല്ലൊരു കാര്യം. ഇവൻ ഇവിടെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ, എന്തായാലും വിട്ടേക്ക്. എന്തായാലും നമ്മുടെ അടുത്ത സ്ഥലത്തിലോട്ട് പോകണം. അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് പാലം കണ്ടുപിടിക്കണം കേസ്. ഇനി അടുത്ത സ്ഥലം എവിടെയാണ് നോക്കിയത്? ഇവിടെ നിന്നാണ് തോന്നുന്നത് ആ പാലം വരുന്നത്. അടുത്തൊരു ബയോമുണ്ട്. ആ ബയോം എവിടെയാണ് വരുന്നതെന്നൊന്ന് നോക്കണം. അതെനിക്ക് തോന്നുന്നത് ഇതിരുമടിയെന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരു പാലമൊക്കെ ഇരിപ്പില്ലേ. എവിടെ ക്ലോസ് ആണോ? ഇവിടെ ക്ലോസ് ആണെന്ന് തോന്നുന്നു കേസ്. ഇവിടെ ക്ലോസ് ആണ്. അപ്പുറത്തോട്ടില്ല. സോ എന്തായാലും ഇത് വെറുതെ ഒരു പാലമാണ്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെയൊക്കെ വെള്ളമാണ്. സോ നമുക്ക് ഇങ്ങോട്ടല്ല, ഏതൊരു ഡയറക്ഷനാണ് കേസ് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും അടിച്ചു കൊല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ടല്ലേ. ഇതിന് വഴി പോകാൻ പറ്റത്തില്ല. ഇതാണ് പൊട്ടിച്ച് മാറ്റാനും പറ്റില്ല. ഇവിടെ തന്നെ എത്തി നമ്മൾ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. നമുക്ക് കിടന്ന് ഉറങ്ങാൻ. എനിക്ക് എന്തായാലും ഷുഗർക്കിന് ഇഷ്ടപ്പെട്ടു കേസ്. എന്തായാലും കൊള്ളാം. സോ നമുക്ക് എന്തായാലും നമ്മുടെ പാലം അടുത്തത് കണ്ടുപിടിക്കണം. അത് എവിടെ വരുമെന്നാണ് എനിക്ക് ഇത്. സോ ഗൈസ്, പാലം കണ്ടുപിടിക്കുന്ന മിഷൻ ഫോളോ അപ്പ് ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് PvP എന്തായാലും അതായത് പുതിയ ടൂൾസൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. സോ ലെറ്റ്സ് ബിഗിൻ ഗൈസ്. കൊണയില്ലേ ഇവിടെ? എനിക്ക് തോന്നുന്നു ഹസ്ക്കാന്ന് തോന്നുന്നു വരുന്നത്. കാരണം സാൻഡിൽ അതെ ഹസ്ക് തന്നെ. ഹസ്കിൻ്റെ കളർ ഓറഞ്ച് ആയി എൻ്റെ ഷെയ്ഡറിൽ. എനിക്ക് കണ്ണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓക്കെ, ഇവനെ അടിച്ച് കൊന്നേക്കാം. സോഡ് പൊട്ടുന്നില്ലല്ലേ? ഞാൻ വെച്ച് ഒറ്റയടിക്ക് പൊട്ടുമായിരിക്കുമെന്ന്. ഇത് അടുത്ത ഹസ്ക് നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ചെയ്തേക്കാം ഗൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. 25 പറഞ്ഞിട്ട് ഇത് ഇവിടെ നിന്നായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇവിടെ അല്ലായിരുന്നു. അതെ കണ്ട് ചെസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ചെസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താ കണ്ട ഒരു കണ്ണ് എമറൽഡൊക്കെ വെച്ചിട്ട്. ഓക്കെ, എന്തായാലും കൊള്ളാം. സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പോവാം. 1415 എമറൽഡ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇത് കളക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്ലേറ്റ്സ് ബയോമിൽ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കും. ഇവിടെ നിന്ന് എനിക്കൊരു ഒരാളെ കംപ്ലീറ്റ് ആക്കണം എന്നാണ് ആഗ്രഹം. മിക്കവാറും സാൻഡ് ഇതാക്കുന്നവനെ മിക്കവാറും ചെയ്യത്തുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ ഒന്നും പാലും കുന്ത്രാണ്ടൊന്നും ഇല്ല. നമുക്കിത് ഇങ്ങോട്ട് പോകാനും പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. സോ എന്തായാലും നമുക്ക് നമ്മുടെ ബയോമിലോട്ടൊന്ന് തിരിച്ചു പോയേക്കാം. സോ ഗൈസ്, നമുക്ക് പോകാനുള്ള പാലം നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് കറങ്ങിയത് എവിടെയാണ് നോക്കാനായിട്ട്. ഞാൻ മറന്നു പോയി സത്യം പറഞ്ഞത്. എവിടെ നിന്ന് പോയാൽ മതി. നമുക്ക് ഇതൊന്ന് കളക്ട് ചെയ്തേക്കാം. എത്ര കിട്ടുമെന്ന് നോക്കട്ടെ. ഓക്കെ, 180 എമറൽഡ് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. സോ എന്തായാലും നമുക്കിതേ ഇതുവഴി അങ്ങ് പോയാൽ മതി കിട്ടാനായിട്ട്. നമുക്ക് ഈ ബൂസ്റ്റ് അങ്ങ് എടുത്തേക്കാം. ഇത് അങ്ങോട്ടൊക്കെ പറക്ക് അങ്ങോട്ടൊരു ബൂസ്റ്റും കൂടി ഉണ്ട്. അത് എടുത്തേക്കാം. ഇത് 2-3 സെക്കൻഡേ ഉള്ളൂ ഗൈസ്. അതാണ് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് എനിക്ക് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിരുന്നേക്കുള്ളായിരുന്നു. അത് ഇച്ചിരി ഓവറായി പോയെന്നാലും വേണ്ട. നമുക്ക് ആദ്യം നമുക്ക് ടൂൾസ് ഒന്ന് പോയി അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ടൂൾസ് നമുക്ക് ടൂൾസ് അല്ലല്ലോ, നമുക്ക് തന്നെ ഇത് ആദ്യം എടുത്തേക്കാം. ഇത് വീറ്റിൻ്റെ സെക്ഷനാണ്. ടൂൾസ് അങ്ങോട്ടല്ലേ? ആൻവിൽ ടൂൾ സ്മിത്ത്. ഓക്കെ, അല്ല സോറി, ബ്ലാക്ക് സ്മിത്ത്. ടൂൾ സ്മിത്ത് ലെസ് പ്ലേയിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അയൺ ടൂൾസിലോട്ടൊന്ന് മാറിയേക്കാം. ഓക്കെ, അയൺ ടൂൾസിലോട്ടും ആർമറിലോട്ടും മാറി എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അടുത്ത 3000 എൻ്റെ പൊന്നി. പക്ഷെ എന്തായാലും നമ്മൾ ഈ സാൻഡും ഇതും കൂടി ഒരുമിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. എന്തായാലും എനിക്ക് കുറച്ചുകൂടി ഈസിയാവും. അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഈസി അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പറ. നമുക്ക് കുറച്ചുകൂടി എപ്പിസോഡ് നീട്ടിക്കൊണ്ട് പോവാം വേണമെങ്കിൽ. പക്ഷെ നമുക്ക് എന്തായാലും ഇവനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഓക്കെ, ഇവനെ തീർന്ന് നമ്മുടെ ഫാർമിൽ ഇത് വീറ്റ് തീർന്ന് തുറക്കുവാണെങ്കിൽ ഇപ്പോൾ 21 ഇവിടെ സെൻറ്ററിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കേസ്. ഇവിടെ വീറ്റിൻ്റെ ഒരു സെക്ഷൻ ക്ലിയർ ആയിരിക്കുന്നത്. അതായത് അവൻ്റെ ഈ വീറ്റിൻ്റെ പടം അവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോയി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സെൻട്രൽ ചെസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീറ്റിൽ നിന്ന് വരുന്ന എമറൽഡെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേസ്. അതുപോലെ നമുക്ക് സ്റ്റോണ്, വുഡ് അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. സോ നമുക്കിത് ഈ സെൻറ്ററിലോട്ട് വന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുമാത്രമല്ല സാൻഡും ഷുഗറൊക്കെ അവിടെ നിന്ന് ആ ബൈമിൽ പോകേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങോട്ട് വന്ന് നമുക്ക് എടുത്താൽ മതി. സോ അത് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്തൊന്നുമില്ല. സോ നമുക്ക് അടുത്ത നമ്മുടെ മരം വെട്ടുകാരനെ വുഡ് ചോപ്പറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇതെന്താണത്? ഓ, മരം തന്നെ കേസ്. എനിക്കൊന്ന് ആ ബിൽഡിങ്ങൊക്കെ പണിയാനാണെന്ന് തോന്നി. 64 സ്റ്റാക്ക്. ഒരു സ്റ്റാക്ക് മരം. ഇപ്പം നമുക്ക് എമറൽഡ് നോക്കുവാണെങ്കിൽ 36 കേസ് ഒരു മിനിറ്റിൽ. ഇതെവിടെയാണ്? ഓക്കെ, അയൺ ടൂൾസിലോട്ട് ആർമറിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ സെൻറ്ററിലോട്ട് പോയി നോക്കുവാണെങ്കിൽ അവിടെ ഇതും വന്ന് കാണുന്നത്. ഇപ്പോൾ ഒരു പർപ്പിൾ കളർ ഇട്ടിരിക്കുന്നവൻ ഡ്രസ്സ്. ഇപ്പം എനിക്കൊരു നെതറേറ്റാണ്. എനിക്ക് പോലും ഇല്ല കേസ് നെതറേറ്റ് ഒന്നും. പക്ഷേ അവിടെ പണിക്കാരനുണ്ട്. പണിക്കാരൻ വരെ റിച്ചാണ് കേസ്. ഇതെല്ലാം നമ്മുടെ ബിൽഡിംഗ് ഉള്ള സ്ഥലത്തോട്ടൊന്ന് പോയി നോക്കാം കേസ്. എനിക്ക് തോന്നുന്നത് അവിടെയാണെന്ന് തോന്നുന്നത് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ മറ്റേ വുഡ് അത് എവിടെ എനിക്ക് ആദ്യം ഇതിന് 32 കൊടുത്താൽ മതി. എൻ്റെ 64 ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊന്നും വേറെ ഏതെങ്കിലും ബിൽഡിംഗ് കൂടി കാണും. ഇതൊന്ന് കൊടുത്തു നോക്കാം. ഇതെന്താണിത്? കൊടുത്തു. ഇവിടെ പണി തുടങ്ങി ഗൈസ്. ഇവിടെ പണി തുടങ്ങി. പക്ഷെ നമ്മൾ സ്റ്റോൺ അല്ല വുഡല്ലേ കൊടുത്തു. പിന്നെ ഈ സ്റ്റോണിൻ്റെ പണി എങ്ങനെയായത്? ഐ ഡോണ്ട് നോ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റോണിൻ്റെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ ബ്രിക്സ് കിട്ടുമോ? അങ്ങനെ അതും കൊടുത്തു കഴിഞ്ഞാൽ
ഓക്കെ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ പണിയാൻ പറ്റുമെന്ന്. ഓ, വിൻഡ് മില്ല്. വിൻഡ് മില്ല് വെറുതെ ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ, നമുക്കിവിടെ പവറൊന്നും ചെയ്യാനില്ല. സോ നമുക്കിത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത്, അയ്യോ ഇത് അവിടെ നിന്ന് എടുത്താൽ മതി എന്നല്ലേ. കുഴപ്പമില്ല, ഓക്കെ പോട്ടെ. എനിക്ക് ഇടക്കിടക്ക് ഇതിനെ വഴി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ തോന്നും. ഇനി നമുക്ക് കല്ല് പണിക്കാരനാണ്, അല്ല ഐ മീൻ നമ്മുടെ സ്റ്റോൺ ബ്രേക്കറിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ 400 എമറൽഡേ ഉള്ളൂ. ഇവിടെ നിന്ന് മൊത്തം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അവൻ അതേ വെട്ടി വന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ സ്റ്റോൺ ബ്രിക്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമുക്ക് അവിടെ പോയിട്ട് എവിടെ ഇരുന്ന് അവിടെ പോയിട്ട് ഇനി നമുക്ക് മറ്റേ ആ സ്റ്റോണിൻ്റെ അവിടെയും വന്നിട്ടുണ്ട്. മറ്റേ ഇത് ബിൽഡിങ്ങിന് ഇത് കൊടുത്തേക്കാം. ഇതും 64 അവിടെ 32 ആവശ്യമുള്ളൂ. പിന്നെ അവിടെ ബ്രെഡ് കൊടുത്തിരിക്കുന്നത്, ബ്രെഡ് തന്നെയാണ് ബിൽഡിങ് പണി കേട്ടോ. എനിക്കറിയത്തില്ല, നമുക്കിതിൽ രാത്രി ആവാറായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങണം. സോ അതെ ആ ബിൽഡിങ് സ്കാഫോൾഡിങ്. പിന്നെ എന്തെങ്കിലും സ്കാഫോൾഡിങ് കിട്ടിയില്ല. ഇത് ഇവിടെ നിന്ന് വന്ന് എന്ത് വിലയാണോ അറിയത്തില്ല. ഈ ബ്രെഡ് എന്തിനാണ് കേസ് ഇവിടെ, എനിക്കൊരു പിടിയില്ല. ഇതെന്താ കൊടുക്കാൻ പറ്റത്തേ? ഓക്കെ, അതും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ടുണ്ട് ഈ സ്റ്റോൺ ബ്രിക്സ് കോബിൾ സ്റ്റോണൊക്കെ വെച്ച്. ഓക്കെ, ഇതെന്ത് ചെയ്യാൻ പറ്റുക? ഓക്കെ, അറിയത്തില്ല. ഓക്കെ, മറ്റേ ഇവിടെ ബീറ്റിൽസ്, നമ്മുടെ സ്പൈഡർ കണക്കുള്ള സംഭവങ്ങൾ ഇവിടെ സ്പോണായിട്ടുണ്ട്. എന്തായാലും നമുക്ക് പിന്നെ കൊല്ലാം. ഓക്കെ, നമ്മളിത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നമുക്കിത് 10 ദൈവന്മാർ സ്പോൺ ആയിട്ടുണ്ട്. സോ എഗെയിൻ നമുക്കൊരു ടൈം ലാപ്സ്. ഓക്കെ അല്ലേ? നമ്മളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമറൽഡ് എന്ന് പറയുന്നത് 2722 എമറൽഡ് ഉണ്ട് ഗീസ്. സോ നമുക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് എമറൽഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവനെ ഒന്ന് മൊത്തം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാലാണെന്ന്. ഇപ്പോൾ നമുക്കിത് ഇവനെ 700 കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ലെവൽ 3 ആയിട്ടുണ്ട്. ലെവൽ 3 അല്ലേ? ഓക്കെ, 3 ആണ്. നമുക്കിത് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 1500 എമറൽഡ് വേണം. നമ്മൾ നോക്കുവാണെങ്കിൽ അയ്യോ ഇത് ഇവിടെ ഇല്ലല്ല, ഇത് മൈനിങ് ഏരിയ. സോറി ഇത് മൈനിങ് ഏരിയയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ എവിടെ അവൻ? ഇത് കയറുന്നില്ലല്ലോ. ഓക്കെ, ഇതേ നോക്കുവാണെങ്കിൽ അവൻ ഇപ്പം ലെവൽ 4 അല്ല. ഓക്കെ, ലെവൽ 4 ആണ്. നമുക്ക് കുറച്ചും കൂടി എമറൽഡ് ഒപ്പിച്ചിട്ട് നമുക്ക് ഇവനെ മൊത്തം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇവൻ ഇപ്പം ഡയമണ്ടൊക്കെ വെച്ചാണ് പണിയെടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മര്യാദ പണിയെടുത്താണ്, അല്ലെങ്കിൽ നിന്നെ അപ്ഗ്രേഡ് ഒന്നും ചെയ്യത്തില്ല. നമുക്കത് ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് യെസ് പോവാനായിട്ട്. ഇതെങ്ങനെ കയറും ഇത്? ഓ, ഇങ്ങനെ കയറാൻ പറ്റില്ലേ? ഇതെങ്ങനെ കയറുന്നേ? ഓ, ഇവന് കയറാനുള്ള വഴി അടച്ച ഗേസ്. ഓ, കിട്ടി. ഓക്കെ, ഇങ്ങനെയായിരുന്നു. ഇപ്പം നമുക്കിത് 1 മിനിറ്റിൽ അവന് 54 എമറൽഡ് വരും ഗേസ്. സോ നമുക്കിത് ഇപ്പോൾ അടുത്ത അപ്ഗ്രേഡ് ചെയ്ത എമറൽഡ് അവൻ തന്നെ തന്നു. സോ നമുക്ക് അടുത്ത കൂടി അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു പെട്ടിയും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ എന്താ തരുന്നേ? ഓക്കെ, കുറച്ച് ഗ്ലാസ് ആണ് ഗ്ലാസ്. സോ എനിക്ക് അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ വല്ല ആവശ്യത്തിനായിരിക്കും ചിലപ്പോൾ പ്ലെയിൻസിൽ. സോ അങ്ങനെ ഇവൻ മൊത്തം അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് സെൻറ്ററിലോട്ട് പോയി, അതായത് നമ്മുടെ പ്ലേസിൽ തന്നെ നമുക്ക് സാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ കെയിൻ അപ്ഗ്രേഡ് ചെയ്യണം. എന്തായാലും ഞാനിതിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് ഭയങ്കര എക്സ്പെൻസീവാണ് ഗേസ്, ഷുഗർ കെയിൻ. ഇത് അതുപോലെ തന്നെ പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. സോ നമുക്കിത് ഇപ്പം തന്നെ 157 എമറൽഡ് കിട്ടിയിട്ടുള്ളൂ. സോ നമുക്ക് എന്തായാലും അധികം എക്സ്പെൻസീവാണ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയെന്ന് എനിക്ക് തോന്നുന്നു. സോ നമ്മുടെ പുതിയ ബയോമിൽ തന്നെ നമുക്ക് നമ്മുടെ ഔട്ട്രോ അങ്ങ് പറയാം ഗൈസ്.
സോ ഈ സൗട്ടർ പറയുന്നതിനൊരു സംഭവം കൂടി ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഓപ്പൺ ദി എമറൽഡ് ചെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു മിഷൻ പോലെ കണക്ക്. നമുക്കിത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് ഇതൊന്ന് ഓപ്പൺ ആവാത്ത. ഓക്കെ ഇപ്പോൾ ഓപ്പൺ ആയ. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 675 എമറൽഡ് തരും. ഇതായിരുന്നു കാര്യം, ഇത്ര ഉള്ളായിരുന്നു. ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ഓക്കെ, 14 എമറൽഡ്. ഐ തിങ്ക് ചിലപ്പോൾ ഇത്രേ കാണത്തുള്ളായിരിക്കും. ഞാൻ എവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാതെ അവരെ സംഭവം താഴത്ത് മറ്റേ എഴുതി കാണിക്കത്തില്ല എനിക്ക് തോന്നുന്നു. ഓക്കെ, ഫൈനൽ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിത് ട്രോഫി ഇടുന്നുണ്ട്. ട്രോഫി ഈ ട്രോഫി നമുക്ക് നെക്കി പിടിക്കണമെന്ന് തോന്നുന്നു. നെക്കി പിടിക്കുമ്പോൾ ഗൈസ് നമ്മൾ പ്ലേറ്റ്സ് ബയോം കംപ്ലീറ്റ് എന്ന് പറയുന്ന സംഭവം കാണിച്ചിട്ടുണ്ട്. നമ്മൾ സോറി ഗൈസ്, നമ്മൾ പ്ലേറ്റ്സ് ബയോം ട്യൂട്ടോറിയൽ ട്രോഫി. ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇത് നിൽക്കാൻ പറ്റുമോ? ഓക്കെ, നിൽക്കാൻ പറ്റത്തില്ല. നമുക്കിത് പ്ലെയിൻസ് ബയോം അങ്ങ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫൈനൽ ട്യൂട്ടോറിയൽ, നമ്മുടെ സ്റ്റാർട്ടിങ് ട്യൂട്ടോറിയലിൻ്റെ ട്രോഫി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഡെസേർട്ടിൽ പോയിട്ട് നമ്മുടെ ഔട്ട്രോ അങ്ങ് പറഞ്ഞേക്കാം ഗൈസ്. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഷെയർ പ്ലീസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അന്നത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ മൈൻക്രാഫ്റ്റ് മോഡ്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാത്രം കണ്ടാൽ പോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി കാണിച്ചു കൊടുക്കുക. സോ നമ്മൾ ഇന്നത്തെ ഒരു വിയേഡ് എനിക്ക് സ്കിൻ ഇഷ്ടപ്പെട്ടത് പറയണം ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടോടെ ഞാൻ എടുത്ത് ഇട്ടത്. സോ നമ്മളിതേ ഓക്കെ ബൈ. സോ വേറെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പം ബൈ.